ലൈഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റായ ആപ്പിളിൻ്റെ ഒരു മാക്ബുക്കിനെ പറ്റിയാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് അതിലുള്ളത്, അതുപോലെ അതിൻ്റെ അൺബോക്സിങ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ട്, അതിനുപരി ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്ബുക്ക് പല സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ബെറ്റർ ഏതാണ്, അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും വീഡിയോ വാച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പിളിൻ്റെ മാക്ബുക്ക്, മാക് എയർ പ്രോ ആണിത്. M5 സീരീസ് ആണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ബോക്സ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് മാക് ഇത് ഇറക്കിയ ആപ്പിളിൻ്റെ ഈ പ്രോഡക്റ്റ്. ഇത് സത്യത്തിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കുന്നതിന് ആപ്പിൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ് എല്ലാം തന്നെ. പിന്നെ ഇതിൽ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലാണ്. ഏറ്റവും നല്ല ഒരു ലുക്ക് മാത്രമല്ല, ഇത് ഓപ്പൺ ചെയ്താൽ ഇതിന് വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് പറയുന്നുണ്ട്. അതുകൂടാതെ ഇത് ഓപ്പൺ ചെയ്ത് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് കിട്ടിയപ്പോഴേ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാക്കി സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങളെ കാണുന്നത്. ഈ മാക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നമ്മളുടെ ആപ്പിള് ഇരിപ്പുണ്ട്. ലാപ്ടോപ്പ് അവരുടെ ഒരു സ്റ്റൈലിഷ് ഡിസൈനിങ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ആ ബ്രാൻഡ് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഉള്ള ലാപ്ടോപ്പുകളിലൊക്കെ ഇത് LED ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ മാറ്റിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു എംബ്ലം മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഇതാണ് എടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബോക്സിനുള്ളിൽ നമുക്ക് കാണുന്ന ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ലാപ്ടോപ്പിന് ഒരു ചാർജറുണ്ട്. നമ്മൾ സാധാരണ പണ്ടത്തെ ചാർജർ പോലെയല്ല, വളരെ മൊബൈൽ ചാർജർ പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇതിനുള്ളിൽ തന്നെ ചാർജറുണ്ട്. യൂസർ മാനുവൽ ഉണ്ട്. ഇത് 70 വാട്ട്സിൻ്റെ ചാർജറാണ്. അതുപോലെ തന്നെ മാക്സ് കേബിൾ ഉണ്ട്. ഇതിൻ്റെ ചാർജിങ് പോർട്ടിൽ തന്നെ നമുക്ക് കുത്താവുന്ന രീതിയിലുള്ള മാക്സ് ഉണ്ട്. ഇതാണ് ഈ നമ്മുടെ ലാപ്ടോപ്പിനുള്ളിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട ലാപ്ടോപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ ഈ മാക് ലാപ്ടോപ്പ്, മാക് എയർ ബുക്കിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന 2 C പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗ്നറ്റിക് ചാർജർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർജർ മാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സിൻ്റെ ഒരു കേബിള് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓക്സ് കേബിളുണ്ട്. ഈ മൊത്തത്തിൽ നമുക്ക് ഈ ചാർജറിങ് നമുക്ക് സാധാരണ C ടൈപ്പ് ചാർജർ വെച്ചിട്ട് വേണേലും ചാർജ് ചെയ്യാം. അല്ലാതെ മാഗ്നറ്റിക് ആകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും നമുക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ഫാനോ കൂളിംഗ് സിസ്റ്റമോ ഒന്നുമില്ല. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിന് കൂളിംഗ് സിസ്റ്റം ഇതിൻ്റെ ഫ്രെയിമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു മെറ്റാലിക് ഫ്രെയിം ഉണ്ട്. നമ്മൾ സാധാരണയൊക്കെ AC-യുടെ ഒക്കെ ഒരു ടെക്നോളജി പോലെ തന്നെ ഇതിനുള്ളിലുള്ള ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രെയിമിലേക്ക് തന്നെ ഇവൻ കൺവേർട്ട് ചെയ്ത് വിട്ട് ഇതിന് വെളിയിലേക്ക് തന്നെ വരികയാണ്. അപ്പം നമ്മൾ സാധാരണ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുള്ള ഏരിയയിൽ ഇരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നന്നായിട്ട് ഹീറ്റ് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നമ്മളൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൂമിലായിരിക്കണം ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ സാധാരണ അത്ര ഇഷ്യൂ ആയിട്ടല്ല ഇത്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫാൻ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡിയിലേക്കാണ് ഇതിൻ്റെ ഹീറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് നമ്മളുടെ റൂം ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ അതുമായിട്ട് മിക്സ് ആകുന്നത് കൊണ്ട് നമ്മളുടെ ഇതിന് ചൂട് അധികം അറിയുന്നത്, അല്ലെങ്കിൽ ഒരു ഹീറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഓട്ടോമാറ്റിക്കലി ആപ്പിള് ലാപ്ടോപ്പ് ഓൺ ആക്കുന്നത് തന്നെ തുറക്കുമ്പോൾ തന്നെ ഓൺ ആയി. നമ്മൾ ഈ ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തുറന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവൻ ഓൺ ആയി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഈ മാക്ബുക്ക് എയറിൽ
ഇതിൻ്റെ അകത്ത് 10 കോർ CPU ആണുള്ളത്. അതുപോലെ തന്നെ 10 കോർ GPU ഉണ്ട്. അതുപോലെ റാം എന്ന് പറയുന്നത് 24 GB ആണ്. ഇത് 16 GB ഉണ്ട്, ഇത് 24 ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ 15 ആണ്. 15 ഇഞ്ച് ഡിസ്പ്ലേ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതും വളരെ സ്റ്റൈലിഷ് ആയിട്ട്. പിന്നെ ഇതിന് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 12 MB ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ OS മാക്, അത് അവർ ആപ്പിളിൻ്റെ അവരുടെ തന്നെ എഡിഷൻ ആയിട്ടുള്ള മാക് OS ആണ്. സാധാരണ നമ്മൾ വിൻഡോസ് നമ്മൾ മറ്റ് ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ തന്നെ സെക്യൂരിറ്റി അവരുടെ തന്നെ ഇതായതുകൊണ്ട് മാക് OS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കോമൺ ആണ്. അവരുടെ ഏത് സീരീസ് എടുത്താലും മാക്കിന് അവരുടെ തന്നെ OS ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഐഫോണിൽ ആൻഡ്രോയിഡ് ഇല്ല, അവരുടെ OS തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന് 24 GB റാം ഉള്ളത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏത് ആപ്ലിക്കേഷനും നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ 10 കോർ CPU ആയതുകൊണ്ടും നമുക്ക് ഹെവി പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഹെവി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. കാരണം ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റില്ലാതെ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ലാപ്ടോപ്പ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മ്യൂസിക് സിസ്റ്റം, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഇതിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട്, ഇപ്പം നമ്മൾ ചില സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലാണേലും അവർ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ ലൈവായിട്ട് തന്നെ ഇവർക്ക് ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ വളരെ ഈസി ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. അത് 10 Pro ആണ്. അതുപോലെ തന്നെ 10 കോറിൻ്റെ തന്നെ ഇവരുടെ ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് ഗ്രാഫിക്സ് ഏത് വേണേലും ഗ്രാഫിക്സ് ഡിസൈനുകൾക്ക് ഉപയോഗിക്കാവുന്ന ലാപ്ടോപ്പും കൂടിയാണിത്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്ലാരിറ്റിയോടുകൂടി നല്ലൊരു എഫക്റ്റ് ആണ്. അത് കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ഡിസ്പ്ലേ ഒരിക്കലും ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ അല്ല. ഇപ്പം ഇറങ്ങുന്ന ലാപ്ടോപ്പുകളിൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്തോ ഇത്രയും വലിയ പ്രൈസ്. അപ്പൊ ഇതിന്റെ പ്രൈസും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് 2,30,000 രൂപയാണ് ഇതിന് നമുക്ക് ലഭ്യമായ പ്രൈസ്. പക്ഷെ ഇതിന്റെ MRP വരുന്നെന്ന് പറഞ്ഞാൽ 2,40,000 അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചില ഓഫറുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 10,000 ഒരു ഓഫറിലാണ് നമുക്കിത് കിട്ടിയത്. ഇപ്പൊ 2,30,000 രൂപ നമുക്ക് ലാപ്ടോപ്പിനാകുന്നതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവര് ഇതിന്റെ മേക്കില് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവര് ഇതിന് OLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, അതുപോലെ ടച്ച് സ്ക്രീനും കൊടുത്തിട്ടില്ല. ഇത്രയും പ്രൈസ് റേഞ്ചിൽ നമ്മൾ എടുക്കുമ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളിലൊക്കെ അത് വരുന്നത് കൊണ്ട് അതും എന്തോ ഇത് ആപ്പിളുകാർ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഡിസ്പ്ലേ അതൊരു വേറെ ലെവൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അവർ ഇതിന്റെ ഡിസ്പ്ലേ തന്നെ LED ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ആണ്. അത് ലിക്വിഡ് റെക്ടീന എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക പിക്ചർ എഫക്റ്റ് തന്നെ ഉണ്ട്. കാരണം ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യുന്നവർ, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ആ എഡിറ്റിംഗ് സമയത്ത് അവർ ചെയ്യുന്ന ആ ഒരു ലെവല്, ആ വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടും. പക്ഷേ അത് നമ്മൾ ഇവരുടെ തന്നെ ആപ്പിളിൻ്റെ തന്നെ ഐഫോൺസിൽ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റിയും നല്ല രീതിയിലും അതേ മാച്ച് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് വീഡിയോ മോശമാണെന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് ഇവർ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഏകദേശം 70 വാട്ട്സിന്റെ ഒരു ചാർജിങ് ആണ് ഇതിനുള്ളത്. അത് മാഗ്നറ്റിക് ചാർജിങ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആകും. 1 അവർ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഫുൾ ചാർജിങ് ആകും. ഈ ഫുൾ ചാർജ് ആയ നമുക്ക് ഈ ലാപ്ടോപ്പ് എത്ര മണിക്കൂർ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഒരു 18 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് തന്നെ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു ലാഗും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്കൊരു 18 അവേഴ്സ് കണ്ടിന്യൂസ് ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ഈ ലാപ്ടോപ്പിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ആപ്പിള് ഇതിന് പല സീരീസിൽ ഇറക്കിയിട്ടുണ്ട്. അത് M സീരീസ്
ആണ് കോമൺ ആയിട്ട് വരുന്നത്. M1 M2 അതുപോലെ ഇത് M5 ആണ്. M5ന്റെ എയർ ആണ്. അതുപോലെ തന്നെ M Pro ഉണ്ട്, M Pro Max ഉണ്ട്. ഇതിനൊക്കെ പ്രൈസിലും വളരെ വ്യത്യാസമുണ്ട്. പ്രൈസ് ഏകദേശം ഈ M5ന്റെ എയറിന് തന്നെ നമുക്ക് വരുന്നത് 230 ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 3 lakhs മുകളിലേക്കാണ് മാക്സ് പ്രോ ഒക്കെ വരുന്നത്. പിന്നെ അവരുടെ തന്നെ OSന്റെ പ്രത്യേകതകൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൂടുതൽ ഉപയോഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് കൂടുതൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്, ഗ്രാഫിക്സ് ഡിസൈനേഴ്സ്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ അത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. വെയിറ്റ് ഏകദേശം 1.2 കിലോഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അതും ഒരു വെയിറ്റ്. പിന്നെ ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലൈമറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇതിൻ്റെ അത്. പിന്നെ ഇതിന് അങ്ങനെ നമ്മളുടെ വിൻഡോസിലെ പോലെ വൈറസ് അറ്റാക്ക് ഒന്നും അധികം പെട്ടെന്ന് തന്നെ വരുന്നില്ല. കാരണം ഇവർ മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. നമുക്ക് ഇവരുടെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ വേണമെന്ന് തന്നെ നമുക്ക് ഇവരുടെ തന്നെ സോഫ്റ്റ്വെയർസ് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിന് ഏകദേശം വേർഡ്, എക്സൽ പോലെയുള്ളതിന് നമ്മൾ 10,000 rupees തന്നെ പേ ചെയ്താലേ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ഇതാണ്. പിന്നെ ഇവരുടെ OSന്റെ അപ്ഡേഷൻ നമുക്ക് തന്നെ ഇവരുടെ OS സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ സെർച്ചിന് സഫാരി ഉണ്ട്, സെർച്ച് ബാർ നമുക്ക് സഫാരി ഉണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഇതിൻ്റെ ടോപ്പ് ഏരിയയിലാണ് ഇതിൻ്റെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. കാരണം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഈ ഒരു സൈഡാണ്, ഈ ഒരു മുകളിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഈ മുകൾ ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മളുടെ വിൻഡോസിൽ നമുക്ക് ടാസ്ക് ബാർ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഏരിയയിൽ താഴത്തെ പോർഷൻ പറയുന്ന ഏരിയ, അതിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. കാരണം അതിൻ്റെ ഒരു ടെക്നോളജിയും ആ മെത്തേഡും തന്നെയാണ് ഈ OS രണ്ടിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. പക്ഷെ നമ്മളൊരു വിൻഡോസോ അതുപോലെ ആൻഡ്രോയിഡോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കത് വളരെ ഈസിയാണ്. അവരെല്ലാം, കാരണം ആപ്പിൾ ഒരു വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അത് തന്നെ ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നതും അവർ പേരെടുത്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റ് അവരൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് ഏറ്റവും അധികം സെല്ല് ചെയ്യത്തക്ക രീതിയിലാണ് അവരത് ഇറക്കി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിൾ നമുക്ക് പ്രൈസ് നോക്കാത്ത ആൾക്കാർ, പ്രൈസ് പ്രോബ്ലം അത്ര പ്രശ്നമില്ലാത്ത ആൾക്കാരും അതുപോലെ ആപ്ലിക്കേഷൻസ് കൂടുതൽ ഉപയോഗിക്കേണ്ട ആൾക്കാരും എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ബെസ്റ്റ് ലാപ്ടോപ്പിൽ ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. മറ്റുള്ളതിൽ വേറെ സ്റ്റൈലാണ്, പക്ഷെ അതിലും കുറച്ചും കൂടെ നമുക്ക് ഒരു ലാഗും ഇല്ലാതെ അതിൻ്റെ ഗ്രാഫിക്സും അതിൻ്റെ CPU-യും അതിൻ്റെ പവറും ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ് തന്നെ ഏറ്റവും നന്നായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് പറയുമ്പോൾ ഇതിൻ്റെ ബോർഡിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമുക്ക് ബോർഡ് റീപ്ലേസ് ചെയ്യണേ തന്നെ 65,000 rupees തന്നെ നമുക്ക് ഈ ബോർഡ് റീപ്ലേസ് തന്നെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ അത് ആവും എന്നല്ല പറയുന്നത്, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇതിൻ്റെ പ്രൈസ്, ഈ ബ്രാൻഡിൻ്റെതായ ഒരു പ്രൈസ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കംപ്ലൈൻറ്റ് വന്നാൽ അതിനെല്ലാം നല്ല പ്രൈസ് കോസ്റ്റും ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പം അതും കൂടെ ഒന്ന് മുന്നേ കാണണം. പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഉള്ളത് വാറണ്ടി കൊടുക്കുന്നുണ്ട്, 1 year വാറണ്ടി ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് പാഡ്, നമുക്ക് മൗസ് ഒക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ മ്യൂസിക്, ഒരു പാട്ടോ ഒരു വീഡിയോ, ഒരു 4K വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് 4K വീഡിയോസ്. മ്യൂസിക് ഒരു പ്രത്യേക എഫക്റ്റ് തന്നെ ഇതിനുണ്ട്. അപ്പോൾ ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഈ മാക്
മാക്ബുക്ക് എയറിന്റെ ഒരു പ്രത്യേകത. ഈ ആപ്പിളിന്റെ ലാപ്ടോപ്പ് നിങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അല്ല, പിന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻസ് കൂടുതൽ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ആപ്പിളിന്റെ ഷോറൂമിലും നിങ്ങൾക്ക് ഇത് ലഭ്യമാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഷോപ്പുകളിൽ പറഞ്ഞാലും ആപ്പിൾ പ്രോഡക്റ്റ് ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് അവരൊന്നും എടുത്തു വെക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ നമുക്ക് എടുത്തു തരുന്നതാണ്. അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ആപ്പിളിൻ്റെ ലാപ്ടോപ്പിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ അതിൻ്റെ ആ സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഒരു തിയേറ്റർ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ മ്യൂസിക്കിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും വളരെ ഇതാണ്. അപ്പം നിങ്ങൾ ഈ ലാപ്ടോപ്പ് നിങ്ങൾ ലൈഫ് പ്ലസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും മറ്റ് വീഡിയോസും കാണുവാൻ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ചാനലിൽ ഓരോ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തന്നെ വീഡിയോയിലൂടെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്